കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു ഭാഗത്ത് കർണനും മറുഭാഗത്ത് അർജുനനുമായിരുന്നെങ്കിൽ വെള്ളിത്തിരയിൽ കർണൻ ഏറ്റുമുട്ടുന്നത് കർണനോട് തന്നെ. മഹാഭാരതത്തിലെ ദുരന്തനായകൻ കർണന്റെ ജീവിതം പ്രമേയമാക്കി അതേ പേരിൽ അണിയറയിൽ ഒരുങ്ങുന്നത് 2 മലയാള ചിത്രങ്ങളാണ്. ലോക സിനിമയ്ക്ക് മുമ്പിൽ കർണൻ ഒരു അംബാസഡറായി മാറണമെന്നാണ് നമ്മുടെ. കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ചടങ്ങിലാണ് തന്റെ പുതിയ ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ RS വിമൽ പറഞ്ഞത്. ഇന്ന് നിന്റെ മൊയ്തീന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം വിമൽ ഒരുക്കുന്ന ചിത്രത്തിൽ കർണനായി എത്തുന്നത് പൃഥ്വിരാജ്. അതേ പേരിൽ അതേ പ്രമേയത്തിലുള്ള സിനിമ ഒരുക്കുകയാണ് താനും എന്ന് വ്യക്തമാക്കി ഇപ്പോൾ നടൻ P. ശ്രീകുമാറും രംഗത്തെത്തി. വർഷങ്ങളായി ഈ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. മഹാഭാരതം ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് നന്നായിട്ട് അതിനകത്ത് ആഴത്തിൽ കിടന്ന് മുങ്ങി തപ്പിക്കഴിയുന്നവരൊക്കെ ആരുടെയോ അതിനകത്ത് കുറെ കൂടെ സത്ത് കാണും എന്നുള്ളതിൽ കവിഞ്ഞ് എല്ലാ കർണനും നന്നായിരിക്കും. കോടികളുടെ മുതൽമുടക്ക് വരുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ വൈകിയത്. ശ്രീകുമാറിന്റെ തിരക്കഥയിൽ മധുപാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കർണനാകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി. പ്രമേയത്തിലും പേരിലുമുള്ള ഇത്തരം ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വാർത്തകൾ സിനിമയിൽ സാധാരണമാണ്. ചിലർ പിൻവാങ്ങും, ചിലർ പാതിവഴിയിൽ ഉപേക്ഷിക്കും. കർണൻ സിനിമ വരും. ശ്രീകുമാർ ജീവിച്ചിരിക്കുമെങ്കിൽ കർണൻ സിനിമ വരും. അത് യാതൊരു സംഗതിയില്ല. ഇപ്പോൾ ഒരു കർണൻ ഇനി ഇങ്ങനെ വന്നിരുന്നാൽ എൻ്റെ എല്ലാ സമ്പാദ്യവും കൂടെ എടുത്ത് വിട്ടിരുന്നാലും എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരും. ആ വിശ്വാസം മാത്രം തരാം. കർണൻ സിനിമ വന്നിരിക്കും വിത്ത് മമ്മൂട്ടി. വിട്ടുവീഴ്ചയിലെന്ന് വ്യക്തമാക്കി ഇരുകൂട്ടരും മുന്നോട്ട് പോകുമ്പോൾ വെള്ളിത്തിരയിലെ കർണയുദ്ധത്തിന് കാത്തിരിക്കാം പ്രേക്ഷകർക്ക്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്താ നേരത്തിൽ